അമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. സിദ്ദീഖുൽ ഉമർ ഖത്താബ് റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ നിങ്ങളുടെ വാക്കിൽ എന്തൊരു മാധുര്യമാണ്, എന്തൊരു ഗാംഭീര്യമാണ്, എന്തൊരു ആകർഷകമാണ്, ഇതെന്തൊരു അത്ഭുത. അത് അല്ലാഹു തആല എനിക്ക് തന്ന മുഅ്ജിസത്താണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ വാക്ക് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഒരൊറ്റ വാക്കും മാറ്റി പറഞ്ഞിട്ടില്ല. ഇതേ മുഅ്ജിസത്താണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് അല്ലാഹു തആല കൊടുത്തത്. മുഅ്ജിസത്ത്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ മൊയ്ലിയാര് ഇയാള് കുറേ വിവരക്കേടുകൾ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഇയാൾ എത്ര കണ്ട് വിവരക്കേടുകൾ പറയുന്നു അത്ര കണ്ട് വേദികളും ഈ ആളുകൾ, ഈ ജനങ്ങൾ, എന്താ പറയുക, നിങ്ങളോട് പറഞ്ഞോളി, ആ ഐറ്റത്തിൽപ്പെട്ട ജനങ്ങൾ കൊടുക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാലും അത് അങ്ങനെ സംഭവിക്കും. അച്ചട്ടാണെന്ന് പറഞ്ഞ പോലെ അല്ലേ, അങ്ങനെ ഒരു വാക്കില്ലേ. അവിടെ അപകടകരമായൊരു അവസ്ഥ വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങൾ അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് വഹീൻ്റെ അടിസ്ഥാനത്തിൽ അത് മുഅ്ജിസത്തായിട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അതേ മുഅ്ജിസത്താണ് ആർക്ക് കൊടുത്തത്? എ.പി. അബൂബക്കർക്കാക്ക് കൊടുത്തത് എന്നാണ് ഇപ്പോൾ ഈ മൊയ്ലിയർ പറയണത്. എന്ത് വിവരക്കേടാണ് മൊയ്ലിയർ നിങ്ങൾ ഈ പറയണത്? മുഅ്ജിസത്ത് പ്രവാചകന്മാർക്കുള്ളതല്ലേ. ഇനി മുഅ്ജിസത്ത് തന്നെയാണ് കറാമത്ത്. പ്രവാചകന്മാർക്ക് മുഅ്ജിസത്ത്, ഔലിയാക്കൾക്ക് കറാമത്ത് എന്നാണ് പിന്നെ ഇയാൾ പറയാൻ പോണത്. നമുക്ക് കേൾപ്പിക്കാം. അതിന് മുമ്പ് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്താണ്? പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അത് ഇവർ ഇന്ന് ഇവർ എവിടെയെങ്കിലും പറഞ്ഞങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. കാര്യം എന്താണെന്നറിയോ? അത് പറഞ്ഞാൽ ജനങ്ങൾ അതിലേക്ക് തിരിയും. അതിലേക്ക് തിരിഞ്ഞാലോ വലിയ പാടാണ്. അതിലേക്ക് തിരിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇവർ ഖുർആനിലേക്ക് ആളുകളെ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ മുഅ്ജിസത്താണെന്ന് പറയില്ല. കാര്യം എന്താണ്? അതിലേക്ക് ആളുകൾ പോയി കഴിഞ്ഞാൽ ഇവർക്ക് വലിയ പാടാണ്. ഇവരുടെ പല തരികിടകളും അത് അവർക്ക് മാറ്റി പറയേണ്ടി വരും. ആ ഒരു അടിസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ഈ ഇടയ്ക്ക് മൊയ്തുക്ക നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. മൊയ്തുക്കാൻ്റെ ഒരു ഹൈപ്പർ മാർക്കറ്റ് മണ്ണാർക്കാട് അടുത്ത് ആര്യമ്പാവ് എന്ന പ്രദേശത്ത് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ നമ്മൾ പരിചയപ്പെടുത്തിയ 2 ഖുർആനുകളുണ്ട്. ഒന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പരിഭാഷയും ഒന്ന് സമസ്ത വിഭാഗത്തിലൊരു ഇമ്പിച്ചിക്കോയ തങ്ങളുടെ പരിഭാഷയുമാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു ഏത് ഖുർആനാ വേണ്ടി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സമസ്ത വിഭാഗത്തിലത്തെ തങ്ങളെ പരിഭാഷ മതി പറഞ്ഞു. അതെന്തേ മൻസൂറെ ചോദിച്ചു. മറ്റേതൊക്കെ എൻ്റെ അടുത്തുണ്ട്. അത് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും തെളിവായിട്ട് ഖുർആനായത്ത് പറയുമ്പോൾ അപ്പോൾ സമസ്ത വിഭാഗങ്ങൾ അവർ പരിഭാഷപ്പെടുത്തി പറയുമ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലാവുമല്ലോ. തൗഹീദാണ് നമ്മളുടെ മെയിൻ, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഖുർആനിൽ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇൻഷാ അല്ലാ. അല്ലാഹ്, ഇത് വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ പരിഭാഷ. മർഹൂം സയ്യിദ് അഹമ്മദ് ഷിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ വലിയ കാളി കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് വലിയ കാളി ആയിരുന്ന ആളുടെ പരിഭാഷയാണ് നമ്മൾ എന്നും എപ്പോഴും ഈ ഒരു വിഷയത്തിൽ പറയാറുള്ള ആയത്ത് സൂറ ഫാത്തിർ 35-ാം അധ്യായം സൂറ ഫാത്തിർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 13-ാമത്തെ ആയത്തിലൂടെ പറയുന്ന രാത്രിയെ അവൻ പകലിലും പകലിനെ രാത്രിയിലും കടത്തുന്നു, സൂര്യനെയും ചന്ദ്രനെയും അവൻ കീഴ്പ്പെടുത്തിയിരിക്കുകയും ചെയ്തു. അപ്പോൾ ഓരോന്നും ഒരു നിശ്ചിത അവധി വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് നിങ്ങളുടെ നാഥനായ അള്ളാഹു. അവനാണ് ആധിപത്യം. അവന് പുറമെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർ ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും സ്വന്തമാക്കുന്നില്ല. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവന് പുറമെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ. ആ വാക്ക് പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. വല്ലദീന തദ്ഊന, വല്ലദീന തദ്ഊന എന്നുള്ളതാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ എന്നുള്ള ആ ഒരു കാര്യത്തിന് കൊടുത്തിട്ടുള്ളത്. വല്ലദീന തദ്ഊന എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് സൂറത്ത് ഫാത്തിർ പരിശുദ്ധ ഖുർആൻ എടുക്കുക ജനങ്ങളെ. നിങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ടല്ലോ, ഈ വീഡിയോ കാണുന്ന ഒന്നുകിലോ ലാപ്ടോപ്പിലാണ് അല്ലെങ്കിൽ മൊബൈലിലാണ്. ഇത് രണ്ടിലും നിങ്ങൾക്ക് അടിച്ചാൽ കിട്ടും. മലയാളം ഖുർആൻ തഫ്സീർ എന്ന് അടിച്ചാൽ കിട്ടും. അത് ആരുടെയാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു പേരും കൂടി മെൻഷൻ ചെയ്താൽ അത് കിട്ടും. ഇനി ഈ സൂറ ഫാത്തിറിലെ 13-ാമത്തെ ആയത്തിന് ശേഷം നമ്മൾ പറഞ്ഞ ആ ഗ്രന്ഥം തന്നെയാണ് അർത്ഥം നോക്കാൻ എടുക്കുന്നത്.
അതിൽ 14-ാമത്തെ ആയത്തിൽ നമ്മൾ സാധാരണ ഓതുന്ന ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്നുള്ള ആ ആയത്ത്, അതിന് കൊടുത്തുള്ള അർത്ഥം, നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി കേൾക്കുകയില്ല. ഇതാണ് കാര്യം. വല്ലദീന തദ്ഊന എന്ന് കൊടുത്തോടത്ത് അവന് പുറമെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ എന്ന് കൊടുത്ത മഹാനുഭാവൻ ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും എന്നുള്ള ആ ഒരു വാക്കിന് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കൂല, വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്ന് കൊടുക്കാൻ മറന്നതൊന്നുമല്ല. അതാണ് അതിലത്തെ ഒരു അത് മനസ്സിലാക്കുക. നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. എന്താണ് ഇതിന് ഖുർആനിലുള്ളത്? ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും. ഇവിടെ വല്ലദീന തദ്ഊന മിൻ ദൂനിഹി എന്നുള്ള ആ ഒരു വാക്കിന് വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് തന്നെ കൊടുത്തു. എന്നാൽ ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും എന്നുള്ളതിന് വിളി മാത്രമാക്കി. ഇത്രേ ഉള്ളൂ, വലിയ അർത്ഥവ്യത്യാസമൊന്നുമില്ല. ഒന്ന് ആളുകളെ ഒന്ന് ഇനി അവർ കേട്ടാൽ തന്നെ ഉത്തരം നിങ്ങൾക്ക് തരികയുമില്ല. നിങ്ങൾ അവരെ അള്ളാഹുവിനോട് പങ്കു ചേർത്തതിനെ അന്ത്യനാളിൽ അവർ തള്ളിപ്പറയുകയും ചെയ്യും. അത് ഇവർക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. എന്താണ്? നിങ്ങൾ അവരെ വിളിച്ചാൽ ആ വിളി എങ്ങനെയാണ് ഇവിടെ പങ്കുചേർക്കലാകുന്നത്, ഷിർക്കാവുന്നത്? അതെവിടെ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? വലവ് സമയം അസ്തജാബുലക്കും, അതായത് അവർ കേട്ടാൽ തന്നെ ഉത്തരം നിങ്ങൾക്ക് തരികയുമില്ല. കേട്ടാൽ തന്നെ എന്നല്ല, അവർ കേൾക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കേട്ടാൽ തന്നെ എന്നില്ല, കേൾക്കുമെന്ന് കരുതിയാൽ തന്നെ. ഓക്കെ, ഇനി കേട്ടാൽ തന്നെ എന്നാണ് കരുതുക. വലവ് സമയവും അസ്തജാബുലക്കും വയൗമുൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. നിങ്ങൾ അവരെ അള്ളാഹുവിനോട് പങ്കു ചേർത്തതിനെ അതിവിടെ പങ്കു ചേർക്കലാക്കി. ഷിർക്കിക്കും എന്നുള്ളത് ഷിർക്ക് തന്നെയാണ്, പങ്കു ചേർക്കൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അവരെ വിളിച്ചാൽ വിളി എങ്ങനെയാണ് ഷിർക്കാകുക? തങ്ങളിന്ന് ജീവിച്ചിരിക്കണമെന്നറിയില്ല. അപ്പോൾ പരിശുദ്ധ ഖുർആനിലേക്ക് പോയാൽ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുകൊണ്ട് പരിശുദ്ധ ഖുർആനാണ് അവരുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്നുള്ളത് പറയില്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഇനി എന്താണ്, മഴ പെയ്യുന്നുണ്ട്, മഴക്കാലമാണ്, ദയവ് ചെയ്തിട്ട് ക്ഷമിക്കുക. ഏതായാലും ആ മൊയ്ലിയര് കുറച്ചും കൂടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞ ഈ വിഷയത്തിനെ വേറൊരു ഉസ്താദ് എടുത്തിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് കാണിക്കാം. മുജിദത്ത് അമ്പിയാക്കൾക്കാണ്, അത് ഔലിയാക്കൾക്ക് കിട്ടുമ്പോൾ കറാമത്താണ്. അതെവിടെ പറഞ്ഞത്? മുഅ്ജിസത്ത് അമ്പിയാക്കൾക്കാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് അള്ളാഹു മുഅ്ജിസത്ത് നൽകുന്നുണ്ട്. അത് ഔലിയാക്കൾക്ക് കിട്ടുമ്പോൾ അത് കറാമത്താണ് എന്ന് പറയുമ്പോൾ ഇത് ഒരു മുഅ്ജിസത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ. ഏത് ഔലിയക്കാണ് ഇതുപോലെ ഒരു മുഅ്ജിസത്ത് ഉണ്ടായിക്കണേ, അല്ലെങ്കിൽ ഈ മുഅ്ജിസത്തിന് പകരം ഒരു കറാമത്ത് ഉണ്ടായിക്കണേ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത മുഅ്ജിസത്തുകളൊക്കെ അത് കറാമത്ത് രൂപത്തിൽ ഇവർക്ക് ചെയ്യാൻ കഴിയും എന്നാണ് ഈ മൊയ്ലിയർ പറയുന്നത്. അതെങ്ങനെ മൊയ്ലിയരെ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള അമ്പിയാക്കള്, പ്രവാചകന്മാര്, അവർ അള്ളാഹുവോട് നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന വഹീൻ്റെ ആ ഒരു കയ്യൊപ്പും വഹീൻ്റെ ആ ഒരു ബന്ധവും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. അവർക്ക് ലഭിക്കുന്ന കാര്യം എങ്ങനെയാണ് ഇവർക്ക് ലഭിക്കുക? ഇവർക്ക് ഇപ്പോൾ അമ്പിയാക്കളുടെ അല്ലെങ്കിൽ നബിമാരുടെ ആ ഒരു കാര്യത്തിൽ മുഅ്ജിസത്ത് അത് അള്ളാഹുവും അവരും തമ്മിലുള്ളൊരു സംഭവം. എന്നാൽ ഔലിയാക്കൾക്ക്, പ്രവാചകന്മാർക്ക് അറിയാം അള്ളാഹുവിൻ്റെ അനുമതിയോടെ, അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ, സഹായത്തോടെ അവർ ചെയ്യുന്നു എന്നുള്ളത്. പ്രവാചകന്മാർ ചെയ്യുന്ന പോലെ, മുഅ്ജിസത്ത് ചെയ്യുന്ന പോലെ ഒരു ഔലിയക്ക് കറാമത്ത് ചെയ്യാൻ പറ്റുമെന്ന് അത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? തലയിൽ കെട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേട്ടില്ലേ? പറഞ്ഞാളിയും കുറച്ചും കൂടി. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ആ മുഅ്ജിസത്ത് ബഹുമാനപ്പെട്ടവർക്ക് കറാമത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്നു. കണ്ടോങ്ങള് ഇയാളൊക്കെ എന്താ ചെയ്യേണ്ടത്? കണ്ട് ഞങ്ങള് ഇയാളൊക്കെ ചെയ്യേണ്ടതേ മാട്ടല് വെട്ടിയിട്ട് നല്ലോണം തല്ലണം, മുതുമ്പുറത്തേക്ക് തല്ലണം. അതിൽ സംശയമൊന്നുമില്ല. അത് അദ്ദേഹം പറയുന്നതിൻ്റെ ബാക്കി കുറച്ച് ഭാഗമുണ്ട്, കുറച്ചൊരു 2 മിനിറ്റോളം ഉണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കാം. അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത അതേ മുഅ്ജിസത്താണ് ആർക്കും കൊടുത്തിരിക്കുന്നത്? കാന്തപുരം AP അബൂബക്കറാക്കാക്ക് കൊടുത്തിരിക്കണെന്ന് പറയുമ്പോൾ പറ്റൂല മൗലിയർ, അങ്ങനെ പറയാൻ പോലും പറ്റൂല. അങ്ങനെ കൊടുത്തിക്കണോ കൊടുത്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ല, അപ്പം ചില ആളുകൾ ചോദിക്കും കൊടുത്തുക്കണെങ്കിലോ? കൊടുത്തുക്കണിച്ചെങ്കിൽ അദ്ദേഹം നുണ പറഞ്ഞിട്ടുണ്ട്. നുണ പറയുന്ന ആൾക്ക് അങ്ങനെ കിട്ടൂലെന്ന്. അമ്മൂൻ്റെ മുടി കൊടുത്തിട്ട് റസൂലുള്ളാഹിൻ്റെ മുടിയാണെന്ന് പറഞ്ഞു. നല്ല മഴയുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല, കൂടുതൽ പറഞ്ഞാൽ പരത്തി പറയേണ്ടി വരും. ഇനി ആ ഉസ്താദ് അത് കഴിഞ്ഞ് ആ പറയുന്ന ഉസ്താദ് അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കേൾക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.
വറഹ്മത്തുള്ളാഹി. കണ്ടോങ്ങള് ഇയാളൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തെരണ്ടിവാൽ അച്ചാറിൽ മുക്കിയിട്ട് തച്ചിട്ട് ഊളമ്പാറിൽ എത്തുന്നത് വരെ ഇയാളൊക്കെ തല്ലണം. എന്താ ഇയാള് പറയണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത മുഅ്ജിസത്തുകൾ മുഴുവനും കാന്തപുരത്തിന് കറാമത്തായിട്ട് കൊടുത്തിട്ടുണ്ടെന്നോ? എവിടെ എത്തിപ്പോയി വാക്ക്? അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് എവിടൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ പറഞ്ഞു നിർത്തിയില്ല. പിന്നെ ഇയാൾ പറയുന്നതാണ് അപ്പോഴൊക്കെ മറ്റയാൾ സ്റ്റേജിലിരിക്കുമ്പോ പറയണ്ടേ ഞാൻ അങ്ങനൊന്നും അല്ലാന്ന്. ഇയാൾ അതിന്റെ തിരുത്തണില്ലാന്ന്. ഇയാളതിങ്ങനെ കേട്ടിട്ട് ചിരിക്കന്നെയാണ്. ഞാൻ അങ്ങനെ തന്നെയാണെന്ന് സാക്ഷ്യന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അതിങ്ങനെ അംഗീകരിക്കന്നെയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞെന്താ കാര്യങ്ങള്? അമ്പിയാക്കളിൽ നബി തങ്ങളെ പോലെ, മലക്കുകളിൽ ജിബിരീലിനെ പോലെ, ഔലിയാക്കന്മാർ അലിയാർ തങ്ങളെ പോലെ ലോകത്തൊരാളുണ്ടെങ്കിൽ അത് ഫുലാന് ബിൻ ഫുലാനാണ്. അതിന് സാസുരത്ത് കിബീറു. യാസീൻ പാതാനി പറഞ്ഞോളൂ, ഇന്ന് ലോകത്ത് ഒരാളുണ്ടെങ്കിൽ അമ്പിയാക്കളിൽ അഷ്റഫുൽ ഖൽഖിന്റെ മാതിരി, അമ്പിയാക്കളിൽ മലായികത്തിൽ ജിബിരിലിന്റെ മാതിരി, ഔലിയാക്കളിൽ അലിയുവിനെ മാതിരി ഒരാൾ ലോകത്തുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മാത്രമാണ്. നോക്കിയാ നിങ്ങള് ഒരു മനുഷ്യൻ പറഞ്ഞ വാക്ക് ഇങ്ങനൊക്കെ സംസാരിച്ച റിദ്ദത്ത് സംഭവിച്ചു പോകും. ഇതിനു മുമ്പ് പലതും പറഞ്ഞിരുന്നു. നമ്മൾ ആ വിഷയത്തിലേക്കൊന്നും കടക്കണില്ല. അതൊക്കെ പറഞ്ഞു പോയി. ഇപ്പൊ അതിലേറെ വലുത് അനുയായികൾ നേതാവിനെ സംബന്ധിച്ച് പറയാം. അപ്പൊ നേതാവ് ഇങ്ങനെ കുഞ്ഞാപ്പുവായിട്ട് ജാക്കിമ കയറി ഇങ്ങനെ കുളിയണ്ടായിട്ട് ഇങ്ങനെ പോകുകയാണ്. അപ്പൊ തോന്നുകയാണ് ഞാനിപ്പോ ഏതായാലും റസൂലുള്ളാഹിനെ പോലെ മുജിയത്തുള്ള ആളാണ്, കറാമത്തുള്ള ആളാണ്, ഞാൻ മലക്കൾ ജിബിരിലിന്റെ മാതിരിക്കാണ്, നബി അമ്പിയാക്കന്മാർ നബിന്റെ മാതിരിക്കാണ്, ഔലിയാക്കന്മാർ അലിയാർ തങ്ങളെ മാതിരിയാണ്. ഇതൊക്കെയാണല്ലോ എന്നെ പറ്റി അനുയായികൾ പറയണത്. അപ്പൊ ഞാൻ കാര്യപ്പെട്ട ആൾ തന്നെയാണെന്ന് മൂപ്പര് ജാക്കിമ പൊന്താണ്. പക്ഷെ ഇതൊക്കെ പടച്ചവരോട് മറുപടി പറയേണ്ടി വരും. ഈ നിലക്കുള്ള വിശ്വാസമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പോകാൻ ഒരൊറ്റ SSF കുട്ടികൾ ഉണ്ടാവുക.